സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനുമാണ്. നമ്മളിവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും നാം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് സെൻട്രലൈസേഷൻ? An organization is centralized when decision-making authority is retained by higher level management. നമുക്കറിയാം, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഡിസിഷൻസ് എടുക്കാനുള്ള അതോറിറ്റിയും ഹയർ ലെവൽസിൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് നാം സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് നോക്കാം. ഡീസെൻട്രലൈസേഷൻ റെഫേഴ്സ് ടു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ഓൾ ദ ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇവിടെ സെൻട്രലൈസേഷനിൽ എല്ലാം ടോപ്പ് ലെവലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ടോപ്പ് ലെവലിൽ നിന്ന് മിഡിൽ ലെവലിലേക്കും ലോവർ ലെവലിലേക്കും ഈ അതോറിറ്റിയെ നാം ഡെലിഗേറ്റ് ചെയ്യുന്ന അല്ലെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഓർഗനൈസേഷനിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുക. ഒരു ഓർഗനൈസേഷനും ഒരിക്കലും ഫുള്ളി സെൻട്രലൈസ്ഡോ ഫുള്ളി ഡീസെൻട്രലൈസ്ഡോ ആക്കില്ല. കാരണം ഫുള്ളി സെൻട്രലൈസ്ഡ് ആക്കുന്നതോടുകൂടി മുഴുവൻ അധികാരങ്ങൾ ടോപ്പ് ലെവലിലേക്ക് എത്തുകയും ഡിലേ ഇൻ ആക്ഷൻ ആൻഡ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുന്നു. എന്നാൽ മിഡിൽ ലെവലിലേക്കും ലോവർ ലെവലിലേക്കും എത്തുമ്പോൾ ഇറ്റ് റെഡ്യൂസ് എ കൺട്രോൾ ഓഫ് ടോപ്പ് ലെവൽ. അതുകൊണ്ട് തന്നെ ഇതൊരു കമ്പാരിറ്റീവ് വേയിൽ, ഒരു പാരിറ്റിയിലാണ് ഇതെല്ലാം രണ്ടും ചെയ്തു പോകുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്നാണ്. അതായത് ഡീസെൻട്രലൈസേഷന്റെ പ്രാധാന്യം എന്താണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഡെവലപ്സ് ഇനിഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ്. നമുക്ക് ഇത്തരത്തിൽ ഡീസെൻട്രലൈസേഷൻ നടത്തുന്നതോടെ നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ ഇനിഷ്യേറ്റീവ്, സബോർഡിനേറ്റ്സിൻ്റെ കൂടുതൽ താല്പര്യമായിട്ട് അവർ കൂടുതൽ വിഷയങ്ങളിൽ ഇടപെടാനും അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കൂടുതൽ കണ്ടെത്താനും ഒക്കെ പറ്റുന്നു. സെക്കൻഡ് വൺ, ഡെവലപ്പ് മാനേജീരിയൽ ടാലൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. ഇങ്ങനെ നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തൊട്ട് താഴേക്കുള്ള ആളുകൾക്ക് കൂടി നോളജ് ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർക്ക് മാനേജീരിയൽ ടാലൻറ്റ് ഉണ്ടാവുകയും ഫ്യൂച്ചറിലേക്ക് ഒരു ടീമിനെ, ഒരു ഓർഗനൈസേഷന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയാണ്. തേർഡ് വൺ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാമല്ലോ, സെൻട്രലൈസേഷൻ ആയിരുന്നുവെങ്കിൽ എല്ലാം ടോപ്പ് ലെവൽ മാത്രമേ ഡിസിഷൻ എടുക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്യുന്നതോടെ വേഗത്തിൽ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നു. ഫോർത്ത് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് റിലീഫ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് വളരെ ആശ്വാസകരമായ ഒന്നായിരിക്കും ഇത്. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രെയിൻ വളരെ കുറഞ്ഞിരിക്കും. ഫിഫ്ത്ത് വൺ, ഫെസിലിറ്റേറ്റ് ഗ്രോത്ത്. ഏതൊക്കെ ലെവൽസിലാണോ നാം ഡീസെൻട്രലൈസേഷൻ നടത്തുന്നത് ആ ലെവൽസിലുള്ള പേഴ്സണൽസിനെ സംബന്ധിച്ചിടത്തോളം ദേ ഗെറ്റ് ഓർ ദേ ആർ ഹാവിങ് എ ഗ്രോത്ത്, ഒരു വളർച്ച അവർക്ക് ഉണ്ടാവുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ബെറ്റർ കൺട്രോൾ. നമ്മുടെ സ്ഥാപനത്തെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയുമാണ് ഡീസെൻട്രലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ്.